റിപ്പോർട്ടർ ഈവനിംഗ് ഇലക്ഷൻ ബ്രേക്കിംഗ്. ആലപ്പുഴയിൽ സ്ഥാനാർത്ഥിത്വം തള്ളാതെ ഡോക്ടർ തോമസ് ഐസക്. പാർട്ടിയാണ് സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുക. പാർട്ടി പറയുന്ന കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്തുമെന്നാണ് അദ്ദേഹം പറയുന്നത്. സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് അഭിപ്രായം പറയാനില്ല. 1ഉം 2ഉം പിണറായി സർക്കാരുകളെ താരതമ്യം ചെയ്യാനില്ല എന്നുകൂടിയാണ് ഡോക്ടർ തോമസ് ഐസക് റിപ്പോർട്ടറിനോട് പറഞ്ഞത്. താങ്കൾ ഉൾപ്പെടെ മത്സരിക്കണമെന്ന ആവശ്യം, താങ്കളും ജി സുധാകരൻ അത്തരം നേതാക്കൾ മത്സരിക്കണമെന്ന ആവശ്യം പൊതുവിൽ ജനങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് വെക്കുന്നുണ്ട്. മത്സരിക്കാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ പാർട്ടി പ്രത്യേക പാർട്ടിയാണ്. പാർട്ടിയെ തീരുമാനിക്കണേ. ആരും പുറത്ത് അഭിപ്രായം ഉണ്ടാക്കിയിട്ടൊന്നും പാർട്ടിയെ തീരുമാനിക്കാൻ പറ്റില്ല. പാർട്ടി തരുന്ന പ്രവർത്തനങ്ങൾ നടത്താൻ ഏറ്റെടുക്കാം. ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടിയുടെ തീരുമാനം പറയട്ടെ. നമ്മളെ അഭിപ്രായം പാർട്ടി പറഞ്ഞാൽ നമ്മളെ ഒരു അഭിപ്രായം പറയില്ല. മത്സരിക്കുമെന്ന് പറഞ്ഞാൽ പിന്നെ അതല്ലേ വന്നത്. വേണ്ട. ശരത് എസ് ആണ് ചേരുന്നത്. ശരത്, അതാണ് പാർട്ടി പറഞ്ഞാൽ മത്സരിക്കും, അത് തന്നെയാണ് ഡോക്ടർ തോമസ് ഐസക് വ്യക്തമാക്കുന്നത്. വിനീത, ആലപ്പുഴയിൽ ഇത്തവണ എന്തായാലും ജനകീയ മുഖങ്ങളെ കൂടി കളത്തിലിറക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ തോമസ് ഐസക് അടക്കമുള്ള മുതിർന്ന നേതാക്കൾക്ക് സാധ്യതയുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ആലപ്പുഴയോ അല്ലെങ്കിൽ അരൂർ മണ്ഡലത്തിലോ ആയിരിക്കാം തോമസ് ഐസക്കിനെ പരിഗണിക്കുക എന്നുള്ളതാണ് CPM കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന വിവരം. എന്തായാലും സ്ഥാനാർത്ഥിത്വമടക്കം തോമസ് ഐസക് തള്ളിയിട്ടുമില്ല. കാരണം ഇക്കാര്യം സംബന്ധിച്ച് അല്പസമയം ഇന്ന് നമ്മൾ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. പ്രത്യേകിച്ച് ആലപ്പുഴയിലെ ഈ ഗ്രഹസന്ദർശനങ്ങളിൽ തോമസ് ഐസക് സജീവമായിട്ടുണ്ട്. ഇത്തരം ഗ്രഹസന്ദർശനം പാർട്ടി പരിപാടികളിൽ വീണ്ടും സജീവമാകുന്നത് ഈ സ്ഥാനാർത്ഥി സാധ്യത ഉള്ളതുകൊണ്ടാണ് അടക്കമുള്ളതായിരുന്നു ചോദിച്ചത്. പക്ഷേ എന്തായാലും പാർട്ടിയാണ് ഇക്കാര്യങ്ങളിലൊക്കെ തന്നെ തീരുമാനമെടുക്കുക. പാർട്ടിക്ക് ഇത്തരമൊരു ജനാഭിപ്രായം ഉണ്ടാക്കിയെടുത്തുകൊണ്ടല്ല പാർട്ടി തീരുമാനമെടുക്കാറ്. പാർട്ടി തന്നെ ഏൽപ്പിച്ച പ്രവർത്തനങ്ങൾ അത് കൃത്യമായി നടത്തുകയാണ് താൻ ചെയ്യുക. അതിനുശേഷം പാർട്ടിയാണ് ഇത്തരം കാര്യങ്ങളിൽ തീരുമാനമെടുക്കുക എന്ന് തന്നെയാണ് തോമസ് ഐസക് പറയുന്നത്. അങ്ങനെയെങ്കിൽ തോമസ് ഐസക്കിനെ സ്ഥാനാർത്ഥി പാർട്ടി തീരുമാനിക്കുകയാണെങ്കിൽ തോമസ് ഐസക് എന്തായാലും അതിൽ വിമുഖതയില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. നിലവിൽ എന്തായാലും സ്ഥാനാർത്ഥിയായി തോമസ് ഐസക് വരികയാണെങ്കിൽ ആലപ്പുഴയിലും അത് വലിയ ചർച്ചയാവാൻ സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ 1ാം പിണറായി സർക്കാരിന്റെ കാലത്തുള്ള മതിപ്പും അത്തരം നേട്ടങ്ങളും ഒക്കെ തന്നെ ഇത്തരം ജനകീയ മുഖങ്ങൾ മത്സരത്തിൽ ഇറങ്ങുമ്പോൾ ജില്ലയിലുടനീളം പ്രതിഫലിക്കുമെന്നുള്ളതാണ് CPM നേതാക്കൾക്കിടയിലും ചർച്ചയായി വരുന്ന പ്രധാനപ്പെട്ട കാര്യവും. ജി സുധാകരന്റെ കാര്യത്തിൽ എന്താണ് ചർച്ചകൾ ശരത്ത്? വിനീത, ജി സുധാകരനും സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ജി സുധാകരൻ ഇപ്പോൾ പാർട്ടി പ്രത്യേക പരിഗണന ഉൾപ്പെടെ നൽകുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് നേരത്തെ ജി സുധാകരൻ അത്തരം പാർട്ടി ചുമതലകളൊന്നും തന്നെ നൽകിയിട്ടുണ്ടായിരുന്നില്ല. ബ്രാഞ്ച് അംഗം എന്ന നിലയിൽ മാത്രമായിരുന്നു ജി സുധാകരൻ ഉണ്ടായിരുന്നത്. പക്ഷേ ഇപ്പോൾ ജി സുധാകരനെ പാർട്ടി തിരഞ്ഞെടുപ്പ് മേൽനോട്ട ചുമതലകളിൽ അതുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയിൽ ജി സുധാകരനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ജില്ലയിലെ 6 അംഗ കമ്മിറ്റിയാണ്. ഇതിൽ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളാണ് ജി സുധാകരൻ ഒഴികെയുള്ള മറ്റംഗങ്ങൾ. അങ്ങനെ ആ 5 പേര് സംസ്ഥാന കമ്മിറ്റി അംഗവും ഇതിനു പുറമെ ജി സുധാകരനെ കൂടി ഈ കമ്മിറ്റിയിൽ ഉൾപ്പെടുത്തി.